റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു. ദൈവതുല്യരായ പലരും ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരാണ്? വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രം പ്രതികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? സാറേ, കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളെയാണ് എല്ലാത്തിനും പഴിക്കുന്നത്. അപ്പോഴും അയ്യപ്പൻ കാത്ത് രക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങളാണ് കസ്റ്റഡിയായ ശേഷമൊക്കെ തന്നെ എ പത്മകുമാർ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി തീരുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കിയത്. അത് ആ കോടതി അദ്ദേഹത്തിന്റെ കേസ് പരിഗണിച്ചു. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയുണ്ട്. ജാമ്യാപേക്ഷ അടുത്ത മാസം 7-ാം തീയതി പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോടതി പോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ തന്നെ ഭണ്ഡാരിയുടെ അടക്കമുള്ള 3 പേരുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് SIT വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ളൂ. 1 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്മേലുള്ള ആ കസ്റ്റഡി അപേക്ഷയിന്മേലുള്ള വാദം അടുത്ത ദിവസം കേൾക്കും. ശരി, നമുക്ക് പത്മകുമാറിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ദൈവതുല്യരായ പലരും ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരാണ്? വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രം പ്രതികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? സാറേ, കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. അയ്യപ്പൻ നോക്കിക്കോളും, അയ്യപ്പൻ കാത്ത് സംരക്ഷിക്കും എന്നുള്ളതാണ് പത്മകുമാറിന്റെ പ്രതികരണം. അയ്യപ്പന്റെ കാര്യം അറിയില്ല. അതിൽ പാർട്ടി എന്തായാലും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. ഉടനെ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറി നൽകിയതും.